ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് അതുപോലെ തന്നെ പൊട്ടുകടലയും ഉപയോഗിച്ചുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരറ്റ് പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയം നമുക്ക് വേണ്ട. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ക്യാരറ്റ് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടുകടല, നമ്മുടെ ചട്നിയൊക്കെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപ്പ്, അത് നമ്മളൊരു കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ റവ, നമ്മുടെ ഉപ്പ് ഉണ്ടാക്കുന്ന റവ 1 ടേബിൾ സ്പൂൺ. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മളുടെ ക്യാരറ്റ് പരിപ്പ് വട ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ കടല ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് ഈ കടലയൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം. അടുത്ത സവോള ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച് നമ്മുടെ റവ, മുളക് പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില ഇതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് മതി, ഒരുപാട് സമയം വേണ്ട. കുഴച്ച ഉടനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കുകയാണ്. ഇനി മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ആദ്യം ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. ഒരു വടയുടെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ നമ്മൾ തവ അടുപ്പിൽ വെച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഏകദേശം 2 സ്പൂൺ എണ്ണ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ സാധാരണ പരിപ്പ് വട ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, തീ കൂട്ടി വെച്ചിട്ടില്ല. സിമ്മിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. വളരെ പെട്ടെന്ന് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് നമുക്ക് 2 സൈഡും വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് മറു സൈഡ് തിരിച്ചിടാം. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 3 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഒരു 3 മിനിറ്റ്, മറു സൈഡ് ഒരു 3 മിനിറ്റ്, അത്രയും മതിയാവും. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തയ്യാറാക്കി വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഒരു കട്ടൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി തണുപ്പാണ്. കട്ടൻ കാപ്പിയും ഈ വടയും കൂടെ നല്ല കഴിക്കാൻ വേണ്ടി സൂപ്പറാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.